സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് പഠിച്ചായിരുന്നു. അപ്പം നെറ്റ്വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കും ഡിഗ്രി ലെവൽ 12th ലെവൽ പ്രിലിമിനറി എക്സാമിനുള്ള ടോപ്പിക്കാണ്. അതുപോലെ ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസസും 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലുള്ളതാണ്. സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. അപ്പം ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് പഠിക്കുന്ന മുമ്പേ നിങ്ങൾ ജസ്റ്റ് ആ നെറ്റ്വർക്ക്സ് എന്താണെന്ന് അറിയിക്കുക. അപ്പം അത് ക്ലാസ് കാണാത്തവർ ജസ്റ്റ് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. അപ്പം കാണാത്തവർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നെറ്റ്വർക്കിംഗ് ഡിവൈസസിൻ്റെ അകത്ത് ഈ ക്ലാസ്സിൽ നമുക്കൊരു 8 നെറ്റ്വർക്കിംഗ് ഡിവൈസസ് പഠിക്കാനുണ്ട്. PSCക്ക് ഉറപ്പായിട്ടും ചോദിക്കും, ഒരു ഡിവൈസ് എങ്കിലും എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് മോഡം. അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് മോഡം. മോഡത്തിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അപ്പം നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് പഠിക്കുന്നത്. നെറ്റ്വർക്കിംഗ് ഡിവൈസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് മോഡം. മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അപ്പം മോഡത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുക, ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കുക. അപ്പം അനലോഗ് സിഗ്നലിനെ എന്താക്കുക? ഡിജിറ്റൽ ആക്കുക. തിരിച്ച് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കുക. അപ്പം അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുക, ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് അനലോഗ് ആക്കുക. ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് മോഡം. ഓക്കെ. ടെലഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേഷന് സാധിക്കുന്ന ഉപകരണം. ടെലഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേഷന് സാധിക്കുന്ന ഉപകരണം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണം ഏതാണ്? മോഡം ആണ്. അപ്പം മോഡത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുക, ഡിജിറ്റലിനെ തിരിച്ച് അനലോഗ് ആക്കാൻ സഹായിക്കുന്ന ഡിവൈസാണ് മോഡം. പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ടെലഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേഷന് സാധ്യമാകുന്ന ഉപകരണമാണ് മോഡം. അപ്പോൾ ഞാൻ പറഞ്ഞു ടെലഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേഷന് സാധ്യമാകുന്ന ഉപകരണമാണ് മോഡം എന്ന് പറഞ്ഞു. അപ്പോൾ ടെലിഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനത്തിന് എന്തെന്ന് പറയും? ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ സംവിധാനത്തിന് എന്തെന്ന് പറയും? ISDN. അതായത് ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം. ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനത്തിന് പറയുന്ന പേരാണ് ISDN. ISDNന്റെ പൂർണ്ണരൂപം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. അപ്പോൾ ആ പോയിന്റ് ഒരിക്കൽ കൂടെ പറയാം. അതായത് ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനത്തിന് പറയുന്ന പേരാണ് ISDN. ഇനി ഈ ISDN പൂർണ്ണരൂപം ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇനി ISDN ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡം. ISDN ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡത്തിന് എന്തെന്ന് പറയും? അതിനെ പറയുന്ന പേരാണ് ISDN മോഡം. അപ്പം നമ്മൾ മോഡത്തിനെ കുറിച്ച് പഠിച്ചത്, ഫസ്റ്റ് മോഡത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഇറ്റ് കൺവേർട്സ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് വൈസ് വേഴ്സ. ടെലഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉപകരണമാണ് മോഡം. പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം. ടെലഫോൺ കമ്പികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനത്തിന് എന്തെന്ന് പറയും? ISDN, ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇനി വേറൊരു പോയിന്റും കൂടെ പറഞ്ഞു. അതായത് ISDN ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന മോഡമാണ് ISDN മോഡം. അപ്പം മോഡം പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഡിവൈസിലേക്ക് പോകാം. സെക്കൻഡ് ഡിവൈസാണ് ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ. സെക്കൻഡ് ഡിവൈസാണ് ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ.
അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിവൈസിനെ കുറിച്ച് പഠിക്കാം, ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ. എന്താണ് ഹബ് എന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസിനെയാണ് ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസിനെയാണ് നമ്മൾ ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡം പഠിച്ചു, സെക്കൻഡ് ഹബ്. ഹബിൻ്റെ വേറൊരു പേരാണ് കോൺസെൻട്രേറ്റർ. ഹബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ഉപകരണത്തിനെയാണ് ഹബ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഡിവൈസിലേക്ക് പോകാം. നെറ്റ്വർക്ക് ഡിവൈസിൽ മൂന്നാമത്തേതാണ് സ്വിച്ച്. എന്താണ് സ്വിച്ച്? ഒരു മെയിൻ നെറ്റ്വർക്കിനെ സബ് നെറ്റ്വർക്ക് ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു മെയിൻ നെറ്റ്വർക്കിനെ ഒരു സബ് നെറ്റ്വർക്ക്സ് ആയിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണത്തിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഞാനൊരു പടം വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെയിൻ നെറ്റ്വർക്ക് എന്ന് പറയും. ഈ മെയിൻ നെറ്റ്വർക്കിനെ സബ് നെറ്റ്വർക്ക് ആക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഒരു മെയിൻ നെറ്റ്വർക്കിനെ സബ് നെറ്റ്വർക്ക് ആക്കാൻ സഹായിക്കുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. എന്താണ് സ്വിച്ച്? ഒരു മെയിൻ നെറ്റ്വർക്കിനെ സബ് നെറ്റ്വർക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണത്തിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റിപ്പീറ്റർ. നെറ്റ്വർക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസിനെയാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ സിഗ്നൽ വീക്ക് ആവാൻ സാധ്യതയുണ്ട്. നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സിഗ്നൽസ് എന്ത് ചെയ്യാൻ സാധ്യത? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു, അത് നെറ്റ്വർക്കിൽ പോകുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിൽ പോകണമെന്നില്ല, അത് കുറഞ്ഞൊക്കെ പോകാം. അപ്പം നെറ്റ്വർക്കിൽ കൂടെ പോകുമ്പോൾ സിഗ്നൽ വീക്കായി പോകാൻ സാധ്യതയുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണത്തിനെയാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. എന്ത് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമാണ്? ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണം ആണ്. ഞാൻ പറഞ്ഞു, നെറ്റ്വർക്ക് ഒരു സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സിഗ്നൽ ഒരു നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സിഗ്നൽ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് വീക്കാവും. അതിനെയാണ് അറ്റുനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ അറ്റുനേഷൻ ആയിപ്പോയാൽ നമുക്ക് സിഗ്നൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകരണമാണ് റിപ്പീറ്റർ. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഉപകരണം, നെറ്റ്വർക്ക് ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ റിപ്പീറ്ററാണ്. അപ്പോൾ നമ്മൾ മോഡം പഠിച്ചു, ഹബ് പഠിച്ചു, സ്വിച്ച് പഠിച്ചു, റിപ്പീറ്റർ പഠിച്ചു. അടുത്തതിലേക്ക് പോകാം. അടുത്ത ഉപകരണമാണ് ഗേറ്റ് വേ. ഗേറ്റ് വേ ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഗേറ്റ് വേ. അപ്പോൾ എന്തിനെ കണക്ട് ചെയ്യാനാണ്? വ്യത്യസ്ത നെറ്റ്വർക്കുകളെ. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഗേറ്റ് വേ. എന്താണ് ഗേറ്റ് വേ? വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണത്തിന് പറയുന്ന പേരാണ് ഗേറ്റ് വേ. അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്ക് പോകാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റൂട്ടർ. അതായത് IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസ്സിനെ അടിസ്ഥാനമാക്കി കണക്ട് ചെയ്താൽ അത് റൂട്ടർ ആണ്. IP അഡ്രസ്സിനെ ബേസ് ചെയ്ത് രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്താൽ അത് റൂട്ടറാണ്. ഗേറ്റ് വേ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഗേറ്റ് വേ? വ്യത്യസ്ത നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ് വേ. അടുത്ത നെറ്റ്വർക്കിംഗ് ഉപകരണത്തിലേക്ക് പോകാം. അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ബസ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഉപകരണമാണ് ബസ്. അതായത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളിവിടെ
വയേഴ്സ് ഉപയോഗിക്കും. ഈ വയേഴ്സിനെ പറയുന്ന പേരാണ് ബസ്. അതായത് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ഒരു ഭാഗത്ത് നിന്നും വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന വയറുകളെയാണ് ബസ് എന്ന് പറയുന്നത്. എന്താണ് ബസ്? കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് വിവരങ്ങൾ കൊണ്ടുപോകുന്ന വയറുകളെയാണ് ബസ് എന്ന് പറയുന്നത്. അടുത്തയിലേക്ക് പോകാം. അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ബ്രിഡ്ജ്. എന്താണ് ബ്രിഡ്ജ്? ലാൻ സെഗ്മെന്റുകളെ തമ്മിലോ രണ്ട് ലാനുകളെ തമ്മിലോ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണം. അതായത് ലാൻ സെഗ്മെന്റ്സിനെ തമ്മിലോ ലാനുകളെ തമ്മിലോ കണക്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയൽ നെറ്റ്വർക്ക് ആണ്. അത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് PSC. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ലാൻ സെഗ്മെന്റുകളെ തമ്മിലോ ലാനിനെയോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. 8 ഡിവൈസാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. മോഡം, ഹബിൻ്റെ വേറൊരു പേരാണ് കോൺസെൻട്രേറ്റർ, 3ാമത്തെ സ്വിച്ച്, 4ാമത്തെ റിപ്പീറ്റർ, 5ാമത്തെ ഗേറ്റ് വേ, 6ാമത്തെ റൂട്ടർ, 7ാമത്തെ ബസ്, 8ാമത്തെ ബ്രിഡ്ജ്. അപ്പം 8 എണ്ണമാണ് മോഡം, ഹബ്, സ്വിച്ച്, റിപ്പീറ്റർ, ഗേറ്റ് വേ, റൂട്ടർ, ബസ്, ബ്രിഡ്ജ്. അപ്പോൾ 3 ഓപ്ഷൻ തന്നിട്ട് നെറ്റ്വർക്കിംഗ് ഡിവൈസ് മോഡം, ഹബ്, സ്വിച്ച്, ലാൻ എന്ന് ചോദിച്ചാൽ നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ലാൻ എന്ന് വരും. അതിനാണ് അവസാനം ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ടോപ്പിക്ക് ഫുൾ സിലബസിലുള്ള 12th പ്രിലിമിനറിക്കും ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും LDC മെയിൻസിനും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് നെറ്റ്വർക്കിംഗ്. ആ ചാപ്റ്റർ ഫുൾ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ കാണുക, കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.